സാറ് ഇപ്പം ഇത്ര നാളത്തെ ഈ ലോങ് പ്രാക്ടീസിൽ സാറ് കടന്നു വന്ന ഈ വഴികളിൽ ഏറ്റവും കൂടുതൽ സാറ് കണ്ടിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഉറക്കമില്ലായ്മ കൊണ്ടുള്ള ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് പ്രധാനമായിട്ടും ഉറക്കത്തിൻ്റെ പ്രോബ്ലംസ് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഓഫ് കോഴ്സ് നമ്മുടെ സൈക്യാട്രിക് പ്രോബ്ലംസ്, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ, മറ്റ് മാനസിക രോഗങ്ങൾ, അതൊരു വശം. ആ വശത്തേക്ക് ഞാൻ കിടക്കുന്നില്ല, അതൊരു സൈക്യാട്രിസ്റ്റ് നോക്കുന്നുണ്ട് കൃത്യമായിട്ട്. പലപ്പോഴും ഈ ഒരു സൈക്യാട്രിക് ഡിസീസ് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷനായിട്ടായിരിക്കും ഞങ്ങളുടെ അടുത്ത് വരിക. ഉറക്കക്കുറവ് എന്ന് പറഞ്ഞു വരും. ഞങ്ങളെ സംബന്ധിച്ച് ഉറക്കക്കുറവിനേക്കാളും കൂടുതൽ ഉറക്കം പകൽ സമയത്ത് ഉറക്കമാണ് ന്യൂറോളജിസ്റ്റിനെ സംബന്ധിച്ച് പ്രശ്നം. അതായത് രാത്രിയിൽ ഉറക്കം നടക്കുന്നില്ല, അപ്പോൾ പകൽ സമയത്ത് ഉറക്കം വലിച്ച് കിടന്നുറങ്ങുക, ആക്സിഡൻ്റ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ന്യൂറോളജിസ്റ്റിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഡിപ്രഷനോ ആൻസൈറ്റിയോ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് അവർ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് വേണോ എന്താ വേണ്ടെന്നുള്ള കാര്യത്തിൽ നോക്കാം. ഒത്തിരി നമുക്ക് പലതരത്തിലുള്ള ഇൻസോംനിയ ഉണ്ട്. ഇപ്പോൾ ജെറ്റ് ലാഗ്, നമ്മൾ ഏതെങ്കിലും ഒരു അമേരിക്കയ്ക്ക് പോകുന്നു, ടൈം സോൺ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നു. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സർക്കാഡിയൻ റിതം ഡിസോർഡേഴ്സ്, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മാറിക്കിടക്കുന്നു, ഇതൊന്നും ഉറക്കം ഉണ്ടാക്കണമെന്നില്ല. ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രധാനമായ ഉറക്കത്തിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ലീപ്പ് അപ്നിയ. അത് തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ട്, സെൻട്രൽ സ്ലീപ്പ് അപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർവേ എവിടെയെങ്കിലും, ഈ ശ്വാസനാളത്തിന് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, അവിടെ ഒരു തടസ്സം വരിക, കൂർക്കമ്പലി ഉണ്ടാവുക, ഇത് പാലറ്റ് കുറുനാക്ക് പുറകിലേക്ക് നീങ്ങുക, ശ്വാസം ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, എഴുന്നേൽക്കുക. അപ്പോൾ കൂടുതൽ കൂർക്കമ്പലി ഉള്ളവരാണ് കാരണം, ഒത്തിരി വണ്ണമുള്ളവർ അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ ഫാറ്റ് ഉള്ളവർക്കൊക്കെയാണ് കാണുക. അപ്പോൾ അവരിങ്ങനെ പകൽ സമയത്ത് ചുമ്മാ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും. എക്സസീവ് ഡേ ടൈം സ്ലീപ്പ്നെസ്, അതാണ് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ ലക്ഷണം. അവർക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവരിടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. ചിലപ്പം സിവിയർ എപ്നി ഉള്ളവർ 400 തവണ വരെ എഴുന്നേക്കാൻ സാധ്യതയുണ്ട് രാത്രി. 400 തവണ വരെ എഴുന്നേക്കും. ചിലപ്പോൾ അവർ അറിയണ 5-6 തവണ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ സ്റ്റഡി നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു അപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്നൊക്കെ പറയും, ഒത്തിരി ഹൈ ആയിരിക്കും. അപ്പോൾ അതൊരു വശം. പിന്നെ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ, ബ്രെയിനിൻ്റെ എന്തെങ്കിലും മെക്കാനിസത്തിൻ്റെ തകരാറ്, അതായത് ഈ നമ്മൾ ഈ ഉണർത്തുന്നതും ഉറക്കുന്നതുമായ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ സ്റ്റെം ഡിസീസസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്കുള്ള ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പിന്നെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, അതായത് നമ്മൾ കിടന്നു കഴിയുമ്പോഴത്തേക്കും കാലിട്ടടിക്കുക, ഉറങ്ങി തുടങ്ങുമ്പോൾ കാലിട്ടടിക്കുക, അപ്പോൾ അടിച്ചു കഴിയുമ്പോൾ പിന്നെ ഉറക്കം പോവുക. അപ്പോൾ അതൊരു ഡോപ്പമിൻ റിലേറ്റഡ് ഡിസീസാണ്. പിന്നെ പീരിയോഡിക്കലി മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ്, കൃത്യമായ ഇടവേളകളിൽ കാലിട്ടടിക്കുക. സാർ, ഇപ്പോൾ ഈ മാറുന്ന ജീവിത രീതികൾ, എല്ലാവരും ഇപ്പോൾ ഭയങ്കര ബിസിയാണല്ലോ. അപ്പം രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി ലേറ്റ് നൈറ്റായിട്ട് കിടന്നുറങ്ങുന്നു, ഷോപ്പിംഗ് ആകാം, സിനിമ ആകാം, പല പല കാരണങ്ങൾ. അപ്പോൾ ഒരു ശരാശരി ഒരാളുടെ ജീവിതത്തിൽ ഈ വൈകി ഉറങ്ങുന്ന ശീലം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൈകി ഉറങ്ങുന്ന ശീലം ഒരാളെ മെൻ്റലിയും ഫിസിക്കലിയും എഫക്റ്റ് ചെയ്യുന്നില്ലേ? അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആളുകളുടെ തരമെടുത്താൽ നമുക്ക് മൂങ്ങകളും ഉണ്ട്, വാനമ്പാടികളും ഉണ്ട്, അത് ഔൾസ് ആൻഡ് ഡോഗ്സ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മളുടെ ബ്രെയിനിൽ നമ്മളുടെ ഇതിൽ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ രാത്രി പകൽ ഉറങ്ങി വൈകി എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അനുഭവത്തിൽ, ഞങ്ങളൊക്കെ ഈ ചെറുതായിരുന്ന സമയത്ത് അപ്പം പറയും രാവിലെ നേരത്തെ കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം. പക്ഷെ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റാൽ ഇരുന്ന് ഉറങ്ങുള്ളൂ. എനിക്ക് നേരത്തെ കിടന്നാലും ഉറങ്ങാൻ താമസിക്കും. പക്ഷെ ആ കാലഘട്ടത്തിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കണം നിർബന്ധമാണ്. അന്നത്തെ രീതി അതാണ്. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ തന്നെയാണ് അത് മനസ്സിലായത്, എൻ്റെ തരം ഇതല്ല. ഞാൻ രാത്രി വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ മാക്സിമം എഫക്റ്റ് തുടങ്ങുന്ന ഒരു 8 മണിക്ക് ശേഷമാണ്. അതപ്പോൾ നോർമലാണ്, അത് നോർമലാണ്. കാരണം വെച്ചാൽ അത് അബ്നോർമൽ അല്ല. പക്ഷേ ഉറക്കത്തിൻ്റെ ഡ്യൂറേഷനാണ്. ഇപ്പം എനിക്കൊരു 5 മുതൽ ഒരു 6 to 8 hours ആണ് കണക്ക്. ഒരു 5 hours എങ്കിലും ഉറങ്ങിയിരിക്കണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് കിടന്ന് ഉറങ്ങാൽ 7 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും, ഞാൻ ഹാപ്പിയാണ്. ചിലർക്ക് 10 തൊട്ട് 4 വരെ ആയിരിക്കും, അതും തെറ്റില്ല. പക്ഷേ ഈ ആ ഒരു 5-6 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങണം എന്നുള്ളതാണ് പ്രശ്നം.